വീണ്ടും കോഴിക്കോടേക്ക് പോയാൽ ഗോകുലുണ്ട്. ഗോകുലിന് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പലതവണ ഇങ്ങനെ ആരോപണങ്ങളായി വന്നതാണ്. അതിപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ മത്സരിച്ചപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചതായി കെ മുരളീധരൻ്റെ തുറന്നു പറച്ചിൽ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതു മുന്നണിക്ക് കേരളത്തിന് പുറത്ത് ജമാഅത്തയുടെ വോട്ട് ലഭിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആദ്യം കെ മുരളീധരൻ്റെ പ്രതികരണം കാണാം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ ഗോകുൽ കൂടി ചേരുന്നു. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഗോകുലുണ്ട്. ഗോകുല്, ഇത് ഒരു കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നുള്ള തുറന്നു പറച്ചിലാണ് എന്നത് വസ്തുതയാണ്. എന്നാൽ മുൻപ് പലപ്പോഴും ഈ ആരോപണമുണ്ട്. ഈ പ്രീണനമാണ്, ന്യൂനപക്ഷ പ്രീണനമാണ്, തീവ്ര നിലപാടുകളുള്ള ആളുകളുടെ വോട്ടുകൾ വേണം, അതിന് പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല പലയിടങ്ങളിലും അത്തരം വോട്ടുകൾ UDF ലേക്കും LDF ലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ്റെ ഒരു തുറന്നു പറച്ചിൽ, അതിനെ എങ്ങനെ വിലയിരുത്താം? അതുതന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഈ വർഗീയ ചേരിയുടെ വോട്ട് കോൺഗ്രസിനും UDF-നും LDF-നും ഒരുപോലെ ലഭിക്കുന്നു എന്നതിനെ സംബന്ധിച്ച ആരോപണങ്ങൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഒക്കെ തങ്ങൾ ഇന്ന മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് പൊതുരംഗത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കാരുടെയും വോട്ട് വേണ്ട എന്ന് പറയാനാവില്ല എന്ന ഒരു അഴകുഴമ്പൻ നിലപാടായിരുന്നു നേരത്തെയൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിച്ചതെങ്കിൽ കോൺഗ്രസിന്റെ ആദ്യമായിട്ടാണ് ഒരു നേതാവ് പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിരുന്നുവെന്നും 2019 മുതൽ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയുടേത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടേത് കിട്ടുന്നുണ്ട് എന്നൊരു തുറന്നു പറച്ചിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് ആദ്യമായിട്ടാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ 2016 BJP-യുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ലഭിച്ചിരുന്നു എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ വയനാട്ടിൽ നടത്തിയ പ്രസംഗം വളരെ വിവാദമായിരുന്നു. കോൺഗ്രസിന്റെ വിജയത്തിന് മുന്നിലും പിന്നിലുമായി നിന്നത് വർഗീയ ചേരിയുടെ ഏറ്റവും മോശപ്പെട്ട ഘടകമായിരുന്നു എന്നൊരു പരാമർശം വിജയരാഘവൻ നടത്തിയിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ വിജയരാഘവൻ പരാമർശം നടത്തിയതെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF-ന് ലഭിച്ചിരുന്നു എന്നൊരു പരാമർശം അല്ലെങ്കിൽ പ്രതികരണങ്ങളായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. എന്നാൽ ഈ രണ്ട് പ്രതികരണങ്ങളെയും കടകം മറിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ആഭാസമാവുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കോൺഗ്രസിന്റെ നേതാവ് തീവ്രവാദ ശക്തിയുടെ പിന്തുണ തങ്ങൾക്ക് ദേശീയ തലത്തിൽ തന്നെ ആഗോളമായി തന്നെ ലഭിക്കുന്നു എന്നൊരു പ്രസ്താവന അവരുടെ ഒരു മുതിർന്ന നേതാവിന്റെ മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. 2016 BJP-യുടെ സമുന്നതനായ നേതാവ്, BJP-ക്ക് ശക്തമായ സ്വാധീനമുള്ള വട്ടിയൂർക്കാവിൽ BJP-യുടെ നേതാവായ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നൊരു പരാമർശം നടക്കുന്നു. വരും ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ച സജീവമാവും. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ചർച്ചകൾ സജീവമായിരുന്നു. BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഗീയ സംഘടനകളുടെ പിൻബലത്തോട് കൂടിയിട്ടാണ് കേരളത്തിനകത്തും പുറത്തും കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊരു വാദം BJP-യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ മുന്നോട്ടേക്ക് പോയിരുന്നതെങ്കിൽ ഈ കെ മുരളീധരന്റെ ഈ പരാമർശം കോൺഗ്രസിനെ എന്തായാലും പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഒരു സത്യം കെ മുരളീധരൻ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വട്ടിയൂർക്കാവിൽ 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു കെ മുരളീധരൻ വിജയിച്ചു പോന്നിരുന്നത്. അവിടെ ഈ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതായത് വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആരുടെ വോട്ട് വാങ്ങിയാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിന്റെ MLA ആയി 2016 ജയിച്ചു പോയത് എന്നതിന് കോൺഗ്രസിന് ഉൾപ്പെടെ മറുപടി പറയേണ്ടതായിട്ട് വരും. ആരോപണങ്ങൾ മാത്രമായിരുന്നതിനെ ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് വോട്ട് മേടിച്ച് സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല പാലക്കാടും എങ്ങനെയാണ് UDF ജയിച്ചത് എന്നത് പിന്നീട് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മതമൗലികവാദികളുമായി തീവ്ര നിലപാടുകളുള്ള സംഘടനകളുമായി UDF വളരെ അടുത്ത ബന്ധം വെക്കുന്നുണ്ട്. LDF ഒട്ടും പിന്നിൽ. എന്നാൽ വിജയിച്ച സ്ഥാനാർത്ഥി തന്നെ അത് വ്യക്തമാക്കുന്നതാണ് കെ മുരളീധരൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.